Q Developers ഉപ്പും മുളകും. അത് ശരി. ഇവിടെ ഒന്നിരിക്കണേ രണ്ടുപേരും കൂടെ. ചായ വേണ്ടേ? എനിക്ക് വേണ്ട. പാലെടുക്കട്ടെ എന്നാ? എനിക്ക് വേണ്ടമ്മേ. ഓ വേണ്ടെങ്കിൽ വേണ്ട. അമ്മേ ഹോർലിക്സ് ഇട്ട് പാലെടുക്കുവാണെങ്കിൽ ഞാൻ കുടിക്കാം. ബൂസ്റ്റ് ആയ കുഴപ്പമുണ്ടോ? ആ ഇല്ലാത്തോണ്ടാ ചോദിച്ചേ. അമ്മേ അച്ഛൻ ഇന്ന് വരുമോ? ഓ അച്ഛൻ്റെ കാര്യം ഒന്നും പറയണ്ട. ഇന്നലെ വരുമെന്നാ പറഞ്ഞേ. ഇപ്പൊ രാവിലെ വിളിച്ചിട്ട് പറയാണ് അവിടെ എല്ലാരും കൂടെ എന്നെ നിർബന്ധിച്ച്, അതുകൊണ്ട് ഞാനിവിടെ നിന്ന്. വീണയുടെ വിഷ്ണു ലോകം അതാണ് നിങ്ങൾ അച്ഛൻ. അച്ഛനെ ബന്ധുക്കളെല്ലാം കണ്ടപ്പോ അച്ഛനെ മനസ്സ് മാറി കാണുന്നേ. അച്ഛനെ ആരെ കണ്ടാലും അല്ലെങ്കിൽ മനസ്സ് മാറാത്ത അമ്മ എപ്പം നോക്കിയില്ല അച്ഛനെ ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറയുന്നുണ്ട്. അച്ഛൻ എവിടെങ്കിലും പോയി അവിടെ തന്നെ നിൽക്കുന്നേ. ചക്ക ഒന്ന് തരോട്ടാ ഞാൻ പിടിച്ചേ. അച്ഛനെ കാണാൻ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോടാ അങ്ങോട്ട് നെയ്യാറ്റിക്കരയ്ക്ക്. നീ വണ്ടി കാശ് തരാം, അഡ്രസ്സും തരാം, പോയിക്കോ അങ്ങോട്ട്. അല്ലമ്മേ അച്ഛൻ നെയ്യാറ്റിൻകര തന്നെ കാണണമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ഇനിയിപ്പൊ എങ്ങാനും ആ ചൊക്കലിംഗമ്മ വിളിച്ച് അച്ഛൻ മധുരയ്ക്ക് പോയിട്ടുണ്ടെങ്കിലോ? ആ സാധ്യത എന്തായാലും തള്ളിക്കളാൻ പറ്റൂല. അങ്ങനെ എങ്ങാനും ചെയ്താ വരുമ്പോ ശരിയാക്കി കൊടുക്കും ഞാൻ. വേണമെങ്കിൽ വല്ലതും കഴിക്കാൻ വാ. വരാമേ. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വിളിച്ചോക്കുമ്പോ അറിയാം അച്ഛൻ എവിടാന്ന്. എവിടെ പോയാലും എന്താ അച്ഛന് വന്നോളൂ. നീ വരുന്നടി വാ. ലൈറ്റ് കത്തണില്ലേ? കൊന്ത ഇതിന് ഇടയ്ക്കിടയ്ക്കുള്ളതാ. അമ്മ ഇതുകൊണ്ട് തേച്ചാന്ന്. തേച്ച് തരണോ? ഒരു കാര്യം ചെയ്യാം, അലമാരി ഇരിക്കണതാ ഇല്ലേ, കഴിവേതും കഴിവാത്തതും എല്ലാം എടുത്തുണ്ടോ? ഇപ്പൊ തന്നെ അയൺ ചെയ്ത് തരാം. ചൂടാവണില്ല. കേടായാ? വെളി കളയമ്മേ, കൊറേ ദിവസമല്ലേ കേടായിട്ട്. അതെങ്ങനെ? അത് അച്ഛൻ കൈവച്ചല്ലേ. ഇവിടെ വരുന്നിരുന്നാ പോലും അച്ഛൻ്റെ ഒന്നും ശരിയാക്കൂല. ശരിയാക്കാതെ നശിപ്പിച്ചും വെക്കും. എന്തിനാ നീ കഷ്ടപ്പെട്ട് തേച്ച് വടിയാക്കാൻ നിക്കണത്? കണ്ട നാച്ചുറൽ അല്ല എന്റെ പനിയും കണ്ട. അത് തന്നെ, കുളിക്കുകയും വേണ്ട നനയ്ക്കുകയും വേണ്ട, തുണിയും തേക്കണ്ട. ഇങ്ങനെ മുടിയും കൂടെ വളർത്തിയ സൂപ്പർ ട്രെൻഡി. എല്ലാം ഒന്ന് അയൺ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചായിരുന്നു, അത് തീർന്നു കിട്ടി. അല്ല ഞങ്ങളുടെ യൂണിഫോം എങ്ങനെ അയൺ ചെയ്യും? അയൺ ചെയ്യാണ്ട് ഇട്ടു പോയാൽ മതി. അയ്യോ അത് പറ്റില്ലേട്ടാ, ഞങ്ങളുടെ മിസ് ചീത്ത പറയും. എന്നാ മിസ്സിനോട് പറ വന്ന് അയൺ ചെയ്ത് തരാൻ. എടി നമുക്ക് മിസ്സിനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നിട്ടേ അമ്മയെ നമുക്ക് സ്കൂളിലോട്ട് വിടാം. ചക്ക ഞാൻ മേടിക്കോട്ടെ തർക്കുത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലമ്മേ അവൻ പറഞ്ഞില്ല എന്താ തെറ്റ്. ഇപ്പൊ ഇവിടെ മിസ്സായിരുന്നേ ഞങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞേനെ. രണ്ടെണ്ണം കൊടുക്ക്. എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടി അതിനിടയിൽ കയറി അഭിപ്രായം പറയാൻ നിൽക്കും. അമ്മ നമുക്ക് പുതിയൊരു അയൺ ബോക്സ് മേടിച്ചാലോ? ഇപ്പൊ വേണ്ട, കാശുണ്ടാവുമ്പോ മതിയല്ലേ? അമ്മേ എന്താണ് ഇസ്തിരിപ്പെട്ടി എനിക്കും തരുമോ? ഇസ്തിരിപ്പെട്ടി എനിക്ക് നോക്കാൻ തരുമോന്ന്? ഒരു മിനിറ്റ്. എന്തിനമ്മ ഇവന്റെ അതല്ല അമ്മ, അത് നോക്ക റെഡിയാക്കി തരാൻ തരുമോന്ന്? നീ റെഡിയാക്കാൻ പോടർക്ക അവിടെ. അമ്മ എനിക്ക് അറിയാം റെഡിയാക്കാൻ. അച്ഛൻ വിചാരിച്ചിട്ട് പറ്റുള്ളൂ നീ റെഡിയാക്കുന്നു. നീ കൊണ്ട നോക്ക്. എടാ സൂക്ഷിച്ചടേ. ഇവൻ ശരിയാക്കുന്നു കൊടുക്കണ ഇവനാ കൊണ്ട് നശിപ്പിച്ചാ. എന്തായാലും അത് നശിച്ചിരിക്കണല്ലേ, അച്ഛൻ നോക്കണേക്കാൾ കൊള്ളാം. കിട്ടുമൊന്നുമില്ല ഏട്ടാ അത്. അപ്പൊ ഇതോ? എടാ ഇന്ന് അടുക്കോ വല്ലതും? ഒന്ന് പോടി ഇടുന്ന വെറുതെ അറപ്പിക്കാവാം. അല്ല നിനക്ക് പറ്റുമെങ്കിൽ ചെയ്താ മതി, ഇല്ലെങ്കിൽ വേണ്ട നീ കളഞ്ഞോ. ഉണ്ടായിടി. ഓ ശരി ഷടോ. ഇതിങ്ങനെ പൊക്കിനകത്ത് നോക്കാൻ വേണ്ടിട്ടാണോ അവിടെ ഇങ്ങനെ എടുത്തോണ്ട് വന്നേ? ചേച്ചി ഇത് കുഞ്ഞുകളിയല്ല, തല കുറച്ച് ഉപയോഗിക്കേണ്ട വിഷയം ഇതൊക്കെ. അത് ഓർമ്മയുണ്ടായാ മതി. ഓ ഇത് കുത്തണ്ട. ഇവിടെ ടെസ്റ്റിനോട് ചുമ്മാതല്ല, പവർ വരുന്നില്ല, അതുകൊണ്ടാണല്ലോ അത് കേടായത്. ചേച്ചി മിണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞതിന്റെ കുഴപ്പം എന്താ? ഈ സാധനം ചൂടാവണില്ല, അതേട്ടാ കുഴപ്പം. എടി ഒന്നും മിണ്ടാതിരി ചുമ്മാ. നീ കുറച്ച് അങ്ങോട്ട് നീങ്ങി, കുറച്ച് നീങ്ങി ഓഫ് ചെയ്തോളെ. ഇതുകൊണ്ട് കൊണ്ടുവന്നു. ഇത് പൊളിച്ചേ പറ്റൂ. പൊളിച്ചോ? പക്ഷെ തിരിച്ച് ഫിറ്റ് ചെയ്യണം. എന്തോന്നു
എന്താ ചെയ്യണ? പൊളിക്കണത് നീ? അമ്മ ഇത് പൊളിക്കാതെ രക്ഷയില്ല. പൊളിച്ചത് പ്രശ്നമാവൂട്ടാ. ഇത് പൊളിച്ചില്ലെങ്കിലാണ് പ്രശ്നമാവുന്നത്. എടാ ഇറക്ക, ഞാനത് അവിടെ വെച്ചത് ഞാൻ അറിയുന്ന ആരെങ്കിലും കൊണ്ട് അത് ശരിയാക്കിക്കോളാം. അമ്മ അച്ഛനെ എന്നെ അത്രയ്ക്ക് കുഞ്ഞായിട്ട് കാണണ്ട, അങ്ങോട്ട് തന്നെ. നിന്നെ ഇതിലേക്കുള്ള എന്ത് കുഞ്ഞായിട്ട് കാണാൻ? അമ്മ പോയേ, അമ്മ പോയേ. നേരം കാണിക്കേ, നശിപ്പിച്ച് കഴിയുമ്പോ സമാധാനമാവല്ലോ. എടാ വെട്ടിയെത്തി വേണ്ട വരുമോ? ചിലപ്പോ വേണ്ടി വരും. കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞ അങ്ങോട്ട് നീ. ചേട്ടാ, ഇത് പൊളിക്കുമ്പോഴേ തിരിച്ചെങ്ങനെ സെറ്റ് ചെയ്യാന്നും കൂടി മനസ്സിലാക്കി കുളിക്കണം. ആരും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ശരിയല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിടായിരുന്നു. ഇപ്പൊ എല്ലാവരും സാക്ഷികളാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. എടി എല്ലാവരെയും ഞാൻ സാക്ഷി എടുത്ത് തന്നെ ഇത് ഞാൻ റെഡിയാക്കും. അച്ഛനാണേ സത്യം. റെഡിയാക്കിയാൽ മതി. അതൊക്കെ ഞാൻ റെഡിയാക്കി കുടി. പൊന്നുമോനവിടെ ഇസ്തിരിപ്പെട്ടിയൊക്കെ പൊളിച്ചെടുക്കാനുണ്ട്. കറക്റ്റ് അച്ഛനെ പോലെ അമ്മ. എന്ത് അച്ഛനെ പോലെ എന്ന് പറഞ്ഞപ്പോ അഭിമാനത്തോടൊരു ചിരി. അച്ഛന്റെ വല്ല സാധനം കാണാതായാലേ ഇവിടെ നിർത്തി പൊരിക്കും അച്ഛനവനെ. ഞാനൊന്നിനുമില്ല, എന്നോടൊന്നും പറയാൻ നിൽക്കണ്ട. അതൊന്നും പറഞ്ഞ അച്ഛന് മനസ്സിലാവില്ല. കാര്യമായിട്ട് പറഞ്ഞതാ. ഉള്ള കുറ്റം കൂടെ നമ്മളെ തലയിൽ കൊണ്ടുവയ്ക്കാ പിള്ളേര്. പിന്നെ എന്റെ തലവൊക്കെ ഇങ്ങോട്ട് വരട്ടെ, തലക്കെട്ട് കൂട്ടും ഞാൻ. സഹായിക്കണോ? വേണ്ട. കട്ടൻ ചായ ഉണ്ടോ? കട്ടൻ ചായ? എന്തിനിപ്പോ കട്ടൻ ചായ? അല്ല, കേശു ചേട്ടൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യല്ലേ, ആള് പറഞ്ഞോണ്ടാ. അച്ഛൻ വർക്ക് ചെയ്യുമ്പോ കട്ടൻ ചായ ചോദിക്കാറുണ്ടല്ലോ, ഇട്ട് കൊടുക്ക്. വേണമെങ്കിൽ ചൂടുവെള്ളം തരാം. ചൂടുവെള്ളോ? ആ, ചൂടുവെള്ളമെങ്കിൽ ചൂടുവെള്ളം. ഒക്കെ അവിടെ വർക്ക് അവൻ നല്ല കാര്യമായിട്ട് ചെക്കൊക്കെ ചെയ്യണ്ട്. അവൻ പറയാണ്ട് കൊറേ പ്രശ്നമുണ്ടെന്നാ. ചുമ്മാ അമ്മ പൂളു അവനൊന്നും അറിയാൻ. അവനെ കൂടുതൽ താഴ്ത്തല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളെ അല്ല അവൻ. അവൻ ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി, അപ്പൊ കാര്യം പിടി കിട്ടും. പിന്നെ അവനൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആരും അവനെ ഇടയ്ക്ക് വിളിക്കരുത്. എന്തേലും കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയുമെന്ന്. അമ്മ, അവൻ അച്ഛനെ പോലെയാ. ഇനിയിപ്പോ വർക്കിനിടെ ആന വന്നാലും അവൻ അനങ്ങാൻ പോകില്ല. ഇനി വെള്ളം കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇനിയിപ്പോ കട്ടൻ ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞവൻ എന്നെ എന്തൊക്കെയോ പറയോ എന്തോ. അമ്മോ, എന്തോ ഒരു ബിൽഡപ്പ്. അച്ഛൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ കേശു. ഇനിയിപ്പോ കേശു എന്തെങ്കിലും ചെയ്താനാ സപ്പോർട്ട് ചെയ്യാൻ ശിവ. തിരിച്ചു അങ്ങട്. അമ്മ പിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കിടു അമ്മ സൂപ്പർ വിഷ്ണു ചേട്ടൻ. വിഷ്ണു ചേട്ടൻ പിന്നെ എല്ലാം കൂടെ അങ്ങനെ പൊക്കി വെച്ചേക്കുള്ളോ. നമ്മളെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ? അഥവാ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് അബദ്ധമായിരിക്കും. അയ്യോ, നമുക്ക് അത് സർട്ടിഫിക്കറ്റും വേണ്ടേ? സാരില്ല, +2 സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ, അപ്പൊ തരാം. കേശു, വല്ലതും നടക്കോ? കുറച്ച് കട്ടൻ ചായ ചോദിച്ചപ്പോ കാഞ്ഞ വെള്ളം കൊടുത്തു വിട്ടല്ലേ? കാഞ്ഞ വെള്ളം അത് നന്നാക്കി കിട്ടുമോ? അതൊക്കെ കിട്ടും അമ്മ. ഇതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് എപ്പോ തീരും? അതൊന്നും പറയാൻ പറ്റത്തില്ല. പൈസ ഇങ്ങോട്ട് തരുമ്പോ എഴുതി കൂട്ടി വെക്കുന്ന പോലെ ജോലി അല്ല ഇത്. അമ്മ, അമ്മയുടെ അക്കൗണ്ടന്റ് ജോലിനെ കളിയാക്കിയതാ. എനിക്ക് മനസ്സിലായി. അമ്മേ, ഇനി കൊറേ പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല, അതാ എന്റെ കുഴപ്പം. കൊറേ നേരം അല്ലേ ഈ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയണേ. അതിന്റെ പ്രശ്നം എന്തുവാ? പ്രശ്നം എന്താന്ന് അവൻ അറിയാമെങ്കിലല്ലേ പ്രശ്നം പറയാൻ പറ്റുള്ളൂ, അല്ല കേശു? ആന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാലും ഒന്ന് പറ കേക്കട്ടെ. അമ്മേ, ഇതുണ്ടാ ഇതിന്റെ സോൾ പ്ലേറ്റ്. ഈ പ്ലേറ്റ് ചൂടാവുന്നില്ല. ഇതിന്റെ അകത്തൊരു ഹീറ്റർ ഉണ്ട്. ആ ഹീറ്റർ കേടായതാണ് എല്ലാത്തിനും പ്രശ്നം. ഇതൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചടാ? ഒരിക്കൽ അച്ഛന്റെ കൈ പോലും നിൽക്കാത്തൊരു റേഡിയോ ഞാൻ സിമ്പിൾ ആയിട്ട് നന്നാക്കി കൊടുത്തപ്പോഴേ അച്ഛന്റെ തോളി തട്ടി എന്താ പറഞ്ഞെന്നറിയാവാ? ഇനി മേലെ ഈ പരിസരത്ത് അടുത്ത് വരും. ചേച്ചി പോയായിരുന്നു. അച്ഛനെ പോലെ തന്നെ പൊങ്ങച്ചൻ പറയാൻ ഭയങ്കര മിടുക്ക. അതൊക്കെ പോട്ടെ അമ്മ. എടാ കേശു, അച്ഛൻ എന്താ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? ഇരുന്നിരിപ്പിന് ഞാൻ മരിച്ചു പോയാലും ഒരു കുഴപ്പമില്ല മക്കളെ, നീ ഇനി എന്റെ മാനം രക്ഷിച്ചോളൂ. സത്യം പറഞ്ഞു, ഇത് കൈന്നിട്ട് പറഞ്ഞല്ലേ. ചേച്ചി നിന്ന് ചലിച്ചോണ്ടിരിക്കുക. ചേച്ചി ജംഗ്ഷനിലോട്ട് പോയേ, ഞാൻ ഒരു ലിസ്റ്റ് അങ്ങോട്ട് എഴുതി തരാം. അമ്മ പൈസയും കൊടുക്കണേ. എന്നെ കൊണ്ടൊന്നും വയ്യ ജംഗ്ഷനിൽ പോവാൻ. നീ വേണമെങ്കിൽ ആ മുടി ഞാൻ വിളി. ഇനി ഇത് റെഡിയാക്കി കഴിഞ്ഞിട്ട് തേക്കാൻ വേണ്ടി കൊണ്ടുപോവാ ഡ്രസ്സല്ല, പിടിച്ച് തേച്ചിരി ഞാൻ. നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും മേടിച്ചു, നീ വേണമെങ്കിൽ ചെക്ക് ചെയ്തു. ചേട്ടൻ പോയിട്ട് കൊറേ നേരം ആയല്ല. എല്ലാം മേടിച്ചാ? എല്ലാം മേടിച്ച്, എല്ലാം കൂടി ഒരു 100 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങി. ഇനി എന്തായാലും അതിന്റെ ആവശ്യം ഇല്ല. അതെന്ത്? ഞാൻ ഇവിടെ നിന്ന് തപ്പിയപ്പോ കുറച്ച് സാധനങ്ങൾ കിട്ടി, അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു.
അപ്പൊ ഞാൻ പോയി വന്നത് വെറുതെയാ. അപ്പൊ ഇത് വെച്ച് എന്നാ ചെയ്യാ നീ? ഇത് ചേട്ടൻ്റെ അടുത്ത് പുഴുങ്ങി തിന്ന്. ഇവള് പറയണ വെക്കണ്ടമ്മ. ശിവ എന്റെ പൊന്നെ ഒന്നും മിണ്ടാതിരി, ഇത് അച്ഛൻ യൂസ് ചെയ്തോളൂ. ചേട്ടാ ബാക്കിയുള്ള പൈസക്ക് ചേട്ടാ ഐസ്ക്രീം മേടിച്ചാ? അയ്യോടാ കാര്യം വിട്ടുപോയടാ. ചില സമയം ബുദ്ധി വർക്ക് ചെയ്യില്ലല്ലോ. ഡാ ബാക്കി പൈസ അകത്തോടെ വെക്കടാ. വെച്ചേരി, എനിക്ക് കൂലിയായിട്ട് തരണ്ട വരും. പിന്നെ വീട്ടിൽ പണിയതിന് നിനക്ക് അച്ഛനെ പോലെ കൂലി തരാം. തലക്കെട്ടടിക്കും ഞാൻ. അമ്മ കൂലി ചെയ്താ വേല വേണം. എടാ കൂലി ചെയ്ത വേല വേണമെന്നല്ല, വേല ചെയ്ത കൂലി വേണം. അത് തന്നെ, വേല ചെയ്താ കൂലി വേണം. ആദ്യം പറയാൻ പഠിക്കടാ. പേഴ്സിലെടുത്തോണ്ട് വെക്കണ്ടാ. ആ പേഴ്സിൽ തന്നെ വെച്ചാ കൊള്ളാം. വല്ലതും നടക്കുവോ? ഇപ്പൊ ശരിയാകൂടി. പിന്നെ പപ്പുനെ പോലെ ഇപ്പൊ ശരിയാക്കി തരാന്ന് കൊറേ നേരം അല്ല പറയണ. വല്ലതും നടക്കോ? അച്ഛൻ പറയണോ അല്ലെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവ് ചെയ്തോണ്ടിരിക്കും. അതാണ്ട് റെഡിയായി. റെഡിയായി. റെഡിയായാ? റെഡിയായി അമ്മേ. 6 ഡ്രസ് തേക്കാണെന്ന് വെച്ചാ തേച്ചോ. ശരിക്കും റെഡിയാക്കിയടെ? പിന്നെ റെഡിയാക്കാതെ എന്താ ശരിയായാ? ഡ്രസ് തേക്കാണ്ടായി കൊണ്ട് കൊടുക്ക്, തേക്ക് തരും. റെഡിയാക്കി ശരിക്കും. ഞാൻ ആരാ മോൻ? സ്വയം പറഞ്ഞ പോരല്ല, അച്ഛന്റെ അതേ സ്വഭാവം. കുത്തി നോക്കട്ടെ അപ്പൊ അറിയാം. അമ്മ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? അമ്മ ഇനിയിപ്പോ ഈ കാര്യം പറഞ്ഞോണ്ട് അമ്മ അച്ഛനെ കളിയാക്കരുത്. നീയല്ലേ ഇത് ശരിയാക്കിയത്? ഞാൻ അച്ഛനെ കളിയാക്കണ എന്തിനാ? അമ്മ അച്ഛന് കഴിയാത്തൊരു കാര്യം ഞാൻ ചെയ്തെന്ന് അമ്മ അച്ഛനടുത്ത് പറഞ്ഞ അച്ഛനൊരു എന്തോ പോലെ വരും, അച്ഛന് വിഷമം വരും. അയ്യാ അമ്മ കുത്തിയാമെന്ന്. അല്ലമ്മ, അല്ലമ്മ അല്ല ചേട്ടാ, നീ ഇതെങ്ങനെ നന്നാക്കിയെന്ന് അച്ഛന് പറഞ്ഞു കൊടുക്കണേ. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തരാടി. എടാ അയൺ ബോക്സിന് ശരിയാക്കിയ? അതൊക്കെ ശരിയാക്കി ചേച്ചി. കുറച്ച് പാടായിരുന്നു. ലൈറ്റ് കത്തുണ്ടോ അമ്മ? ലൈറ്റ് കത്തുണ്ടോ? കത്തി കത്തി. എന്നോടാണ് കളി. ഓ കേശു, സത്യം പറയട്ടെ, എങ്ങനെയാ ശരിയാക്കിയേ? അമ്മ വിത്ത് ഗുണം 10 ഗുണം. അമ്മ തേച്ച് നോക്ക്. ആദ്യം ചൂടായാ നോക്കട്ടെ, എന്നിട്ട് തേക്കാം. അവനെ വെറുതെ വിടല്ലേട്ടാ. മേല ഇനി മേല അറിയാൻ മേലത്തെ ജോലി ചെയ്യോ?